എല്ലാവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചും അവയുടെ സാധ്യതകളെക്കുറിച്ചുമാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ലോകത്താകമാനം വലിയ പുരോഗതിയുടെ പാതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ആളുകളുടെ ഫാഷനും അഭിരുചിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി രംഗവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരാതനമായ കാഴ്ചപ്പാടുകളിൽ നിന്നും നൂതനമായ കാഴ്ചപ്പാടുകളിലേക്കും വസ്ത്രധാരണ രീതികളിലേക്കുമെല്ലാം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ചൂടുമാറ്റിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെ പണ്ട് കടകളിൽ നിന്നാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നും അവർക്ക് സുലഭമായി വീട്ടിൽ ലഭിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യാൻ, അവരുടെ ആകൃതി അനുസരിച്ച് അല്ലെങ്കിൽ ശരീരത്തിന് ചേരുന്ന സൈസ് അനുസരിച്ച് സെലക്ട് ചെയ്യാൻ ഇന്ന് ഇ-കൊമേഴ്സ് ബിസിനസ്സുകളിലൂടെ ഇന്ന് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇ-കൊമേഴ്സ് സൈറ്റുകളുടെ വരവോട് കൂടിയിട്ട് ടെക്സ്റ്റൈൽ മാർക്കറ്റ് രംഗവും നല്ലൊരു കുതിച്ചുചാട്ട മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും സ്വന്തമായി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കും വിപണനം നടത്താനും അതുവഴി നല്ലൊരു തൊഴിൽ മേഖല സൃഷ്ടിച്ചെടുക്കാനും നിങ്ങൾക്കും സാധിക്കും. രാജ്യത്ത് അതിഭീമന്മാരായ ബ്രാൻഡുകൾ നിലനിൽക്കുമ്പോഴും നൂതനവും നവീനവുമായിട്ടുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിംഗ് അനുഭവം ഇന്നും സാധാരണക്കാർക്ക് പോലും സാധ്യമാണ്. നല്ലൊരു ബ്രാൻഡ് സൃഷ്ടിക്കുക, നല്ലൊരു വിപണന മേഖല മെച്ചപ്പെടുത്തുക മുതലായവ ചെയ്യുന്നതിലൂടെ ഏറ്റവും നല്ലൊരു തൊഴിലിടം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യവസായമാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അധികം നഷ്ടസാധ്യതകളില്ലാത്ത എന്നാൽ നല്ല ലാഭസാധ്യതയുള്ള ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു മുതൽ മുടക്കിൽ ആരംഭിക്കാവുന്നതാണ്. ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ സാധിക്കും. ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റായിട്ട് നിങ്ങൾക്ക് തുടങ്ങി അതിനെ വിപുലപ്പെടുത്തി ഷോപ്പാക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് അതിനെ സെയിൽ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കും. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് നല്ല വരുമാനം നേടാൻ സാധിക്കും. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ താല്പര്യമാണ് അവിടെ പ്രധാനം. അവർ പറയുന്ന ഡിസൈനിൽ പറയുന്ന സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം, നമ്മൾ പറയുന്ന റേറ്റ് അവർ നമുക്ക് തരും. അങ്ങനെ നല്ല വൃത്തിയോടെ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ സ്റ്റിച്ചിങ് സെൻ്റർ കൊണ്ട് മാത്രം തീരുന്നില്ല അവിടുത്തെ തൊഴിൽ സാധ്യതകൾ. നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ തുടങ്ങാം. അവിടെ നിന്ന് നമുക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വിപണനം നടത്താം. അതിലുപരി എക്സ്പോർട്ട് സാധ്യതകളുണ്ട്. നല്ല ക്വാളിറ്റി ആണെങ്കിൽ, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുവഴി നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഇതൊക്കെ വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള. റിസ്ക് ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. റിസ്ക് എല്ലാത്തിനും റിസ്ക് ഉണ്ട്. പക്ഷേ മറ്റുള്ളവയെ അപേക്ഷിച്ച് റിസ്ക് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ മൂലധന നിക്ഷേപവും നമുക്ക് വളരെ കുറച്ച് മതി. പിന്നെ പരിചയം വേണം. നമ്മൾ മെറ്റീരിയലുകൾ നമ്മൾ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു, ഇവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാകണം. നമ്മൾ ഇടനിലക്കാരിലൂടെ നമ്മളിത് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ പ്രോഫിറ്റ് കിട്ടില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ തുണി ഉൽപ്പാദകരുമായിട്ട് ഡയറക്റ്റ് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാൻ സാധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഭാവി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഫാഷൻസ് ഇതുപോലുള്ള ആപ്പ് വഴിയെല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ട്. വൻകിട ബ്രാൻഡുകൾ പോലും ഇന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി. ഇതിൽ ഇടനിലക്കാരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും.
മറ്റൊന്ന് ഫ്യൂച്ചർ ബ്രാൻഡ് ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നല്ല ചിലവ് വരും. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, മറ്റ് റൂം വാടക, അങ്ങനെ കാര്യങ്ങളിലെല്ലാം വരുമ്പോഴത്തേനും നല്ല ചിലവ് വരും. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ വിപണനം നടത്തുന്നതെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസ് പോലുള്ള ഉൽപ്പന്നങ്ങളാണ് നിങ്ങളവിടെ വിപണനം നടത്താൻ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണ് വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നതിൽ അതിൻ്റെ കോസ്റ്റ് നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തൊഴിലാണ് വേണ്ട, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ്സാണ് ആരംഭിക്കുന്നത്, ടെക്സ്റ്റൈലിൽ നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ മേഖലയെക്കുറിച്ചൊന്ന് അറിയുക. അറിഞ്ഞതിന് ശേഷം അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക. എല്ലാത്തിനും പ്ലാനിങ്, തയ്യാറെടുപ്പ് ആവശ്യമാണ് കേട്ടോ. ഇത് രണ്ടുമില്ലാതെ, മൂലധനം പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മനോബലം വേണം. റിസ്കിനെ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തുണി മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. കുറച്ചുകൂടെ വിപുലമാക്കി ഒരു ചെറിയൊരു ഷോപ്പിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഇതില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഫാക്ടറി ലെവലിലേക്ക് പോകാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സപ്ലയറായിട്ട് മാറാം. അതും ഒരു ബിസിനസ്സാണ്. സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അതും ബിസിനസ്സാണ്. അല്ലെങ്കിൽ ഈ ബൾക്കായിട്ട് എല്ലായിടത്തും കളക്ട് ചെയ്യുക, അതിനെ നിങ്ങൾ ഒരു ബ്രാൻഡാക്കിയിട്ട് ലേബൽ ചെയ്ത് അതിനെ നിങ്ങളുടെ മെറ്റീരിയലായിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യാം. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. മൂലധനം അതിനനുസരിച്ച് വേണം. അതിനനുസരിച്ചുള്ള പ്ലാനിങ്, അത് കൈകാര്യം ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസ്, പീപ്പിൾ, ഇതെല്ലാം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ നിങ്ങൾ ജേതാവാകുക. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം, റിസ്ക് എടുക്കാനുള്ള തയ്യാറുണ്ടാകണം, റിസ്ക് മാനേജ്മെൻറ്റ് അറിയണം, നല്ലൊരു പ്ലാൻ ഉണ്ടാകണം. ഇത്രയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഉന്നത വിജയം നേടാം. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നിങ്ങൾക്ക് മുന്നിൽ വഴികൾ തുറന്നു വിട്ടുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത സെക്ടറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം.